വയനാട്ടിലെ ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ടു പോയ കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മാതൃസ്നേഹത്തിന് താഴെ വഷളം കമന്റുമായി എത്തിയ ജോർജേട്ടന് കണ്ണൂരിൽ പരസ്യമായി ഉപഹാരം നൽകിയത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഉപഹാരം കൊടുക്കൽ ചൂടോടെ നൽകി തുടങ്ങിയെന്ന് അറിഞ്ഞതോടെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ഇപ്പോൾ മാപ്പോട് മാപ്പാണ്. ഈ മീശി വെച്ചിനി കരയിലട കഴുതേ വെള്ളം വീണ് വീണ് ഇനി അത് വളരും. ജോർജേട്ടൻ ഉപഹാരം കൈപ്പറ്റി നിൽക്കുന്ന ദൃശ്യം പുറത്തേക്ക് വന്നതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് വഷളം കമന്റുകൾ ഇട്ട സംഘികളെല്ലാവരും പലയിടങ്ങളിൽ നിന്ന് പലരോട് മാപ്പും ഫേസ്ബുക്കിൽ പരസ്യമാപ്പുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. താനൊക്കെ ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഭാരമാണ്. നിങ്ങൾ അയാളെ എവിടെ കണ്ടാലും ഒന്ന് ഫോൺ ചെയ്താൽ മതി. അവൻ ഇനി എണീറ്റ് നടക്കാനാകാത്ത നിലയിലാക്കിയിട്ട് ഞങ്ങൾ വിടും. ഇന്നലെ പ്രചരിച്ചിരുന്ന മറ്റൊന്നാണ് സുകേഷ് പി മോഹനൻ നല്ല കറവയുണ്ടെന്ന് തോന്നുന്നു എന്നായിരുന്നു ഈ സംഘി ദുരന്തന്റെ വഷളം കമന്റ്. എനിക്കറിയാണ്ട് തെറ്റായിട്ട് പറ്റിപ്പോയതാണ്. അങ്ങനെ പറയരുത്. നമുക്കത് മാനസികമായിട്ട് അത് ഞാനൊരു അറിയാണ്ട് ചെയ്തു തെറ്റാണ്. എവിടെയും ഒരു ദുരന്തമുഖത്ത് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ പച്ച അശ്ലീലത എഴുതിയിട്ടതിന് ശേഷം മോങ്ങുകയാണ്. ദയനീയമായ മോങ്ങൽ. ഇനി ഇവിടെ നിന്ന് വാവിളിച്ചാറുണ്ടല്ലോ. ഈ മോങ്ങൽ കൊണ്ടൊന്നും ഈ പറഞ്ഞ വാചകത്തിന് മറുപടിയാകില്ല. ആ വാചകങ്ങൾ മുലപ്പാൽ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ത്രീയെ വേദനിപ്പിച്ചത് ഏത് തരത്തിലാകുമെന്ന് അറിയാമോ നിനക്കൊക്കെ എന്ന് വേണം ആദ്യം ചോദിക്കാനായി. എന്ത് ഭക്ഷണത്തിലും കാണിക്കും. അത് പണിയാകുമെന്ന് കണ്ടാൽ കാലിലോട്ട് കെട്ടിപ്പിടിച്ചങ്ങ് വീഴും. പിന്നെ അവിടെ കിടന്നങ്ങോട്ട് മോങ്ങലാണ്. അതിന്റെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത്. ഈശ്വര ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇതുപോലെ പലതും ഇപ്പോൾ പുറത്തു വന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. പലരും മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സ്മൂത്ത് ആയിരിക്കണം, വിടവുണ്ടാകരുത്. മുതലും പലിശ ചേർത്ത് കിട്ടി. ഇവിടെ ഇറങ്ങിയാലും ഭേഷ പൂശൽ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഉപഹാരം മേടിക്കാനുള്ള ശേഷിയില്ല. മാറാ രോഗികളായി മാറിയിട്ടുണ്ട്. അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. നിങ്ങൾ മനുഷ്യനോ മൃഗം? അപ്പോൾ പെട്ടപ്പോ എങ്ങനെയും മാപ്പ് പറഞ്ഞു ഊരുക സംഘികളുടെ സ്ഥിരം നമ്പറാണ്. അതായത് പഴയ സവർക്കർ തൊട്ട് ഷൂയിൽ കിടന്ന് കെട്ടിപ്പിടിച്ച് നക്കി രക്ഷപ്പെടുന്നത് പോലെ. ഇവൻ ആളും ഉണ്ടെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ